കണ്ണൂർ വിഷൻ പടിയൊരുക്കം ഇന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. കണ്ണൂർ നിയമസഭാ മണ്ഡലം രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠന വിധേയമാക്കേണ്ട ഒരു സ്ഥലമാണ്. എന്താണ് കണ്ണൂരിൻ്റെ ജനമനസ്സ് എന്ന് അളന്നെടുക്കുക പ്രയാസം. ഒരു ദശാബ്ദമായി കണ്ണൂരിൻ്റെ ജനവിധി പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നത് അക്കാര്യങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒരു ജനവിധി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്നും വ്യത്യസ്തമായ വിധി. എന്താണ് ഇതിന് കാരണം എന്നുള്ളത് ഇതുവരെ ആർക്കും പിടികിട്ടിയിട്ടുമില്ല. UDFന്റെ പൊന്നാപുരം കോട്ട എന്നാണ് കണ്ണൂർ എന്നും അറിയപ്പെട്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ അത്ഭുതം തീർത്ത മണ്ഡലം കൂടിയാണ് കണ്ണൂർ. ആ കണ്ണൂർ ഇത്തവണ തിരിച്ചു പിടിക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പടയൊരുക്കമാണ് UDF നടത്തുന്നത്. മുൻ മേയർ അഡ്വക്കേറ്റ് കിയോ മോഹനെ മുന്നിൽ നിർത്തി വലിയ ആത്മവിശ്വാസത്തോടുകൂടി UDF മുന്നോട്ടു പോകുന്നു. കണ്ണൂർ തിരിച്ചു പിടിക്കുക എന്നത് UDFന്റെ അഭിമാന പ്രശ്നം കൂടിയാണ്. ആ പോരാട്ടത്തിന് എല്ലാം മറന്ന് UDF പോർക്കളത്തിലുണ്ട്. NDAയും ഒട്ടും പിറകിലല്ല. പ്രചരണ രംഗത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് C രഘുനാഥിൻ്റെ പടയോട്ടം. വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ വോട്ടർമാരെ നേരിട്ട് കാണുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ കണ്ണൂരിനെ വീണ്ടും പ്രവചനാതീതമാക്കുകയാണ്. എന്ത് സംഭവിക്കും കണ്ണൂരിൽ? ഇതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കണ്ണൂർ വിഷൻ പടയൊരുക്കവും പരിശോധിക്കുന്നത് അക്കാര്യങ്ങൾ തന്നെ. 3 സ്ഥാനാർത്ഥികളും കണ്ണൂർ വിഷൻ പടയൊരുക്കത്തിന് ഒപ്പം ചേരുന്നു. നമുക്ക് ആരംഭിക്കാം കണ്ണൂരിൽ നിന്നും പടയൊരുക്കം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ ഏറെ നിർണായകമാകാൻ പോകുന്നത് NDA സ്ഥാനാർത്ഥിയാണ്. C രഘുനാഥ് കണ്ണൂരിൽ മത്സരിക്കാൻ എത്തിയതോടുകൂടി മണ്ഡലത്തിൻ്റെ ചിത്രമാകെ മാറുകയാണ്. C രഘുനാഥ് പിടിക്കുന്ന വോട്ടിനെ ആശ്രയിച്ചായിരിക്കും മറ്റു മുന്നണികളുടെ ജയപരാജയങ്ങൾ എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരു പടി കൂടി കടന്ന് കണ്ണൂരിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലേക്ക് NDA എത്തുന്നു. പ്രചരണ രംഗത്ത് മറ്റ് 2 മുന്നണികളെയും പിന്നിലാക്കിക്കൊണ്ടുള്ള പടയോട്ടമാണ് NDA സ്ഥാനാർത്ഥി C രഘുനാഥ് നടത്തുന്നത്. ഇതെല്ലാം മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും NDA വ്യത്യസ്തമാക്കുന്നു. എഴുതിത്തള്ളാൻ പറ്റാത്ത ഒരു ശക്തിയായി കണ്ണൂരിലും NDA മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കണ്ണൂർ വിഷൻ പടയൊരുക്കത്തിനൊപ്പം NDA സ്ഥാനാർത്ഥി C രഘുനാഥ് ചേരുകയാണ്. വലിയ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങൾക്കിടയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ തുടങ്ങിയതാണ് പ്രചരണ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾ വലിയ ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥിക്ക് നൽകിയിട്ടുള്ളത്, NDA നേതാക്കൾക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും C രഘുനാഥ് നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയ ഇത്രയും ഒരു ആത്മവിശ്വാസം ഒരിക്കലും BJP നേതാക്കളിൽ, പ്രവർത്തകരിലൊന്നും കണ്ടിട്ടില്ല. എന്താണ് കണ്ണൂരിൽ സംഭവിക്കാൻ പോകുന്നത്? കണ്ണൂരിൽ വലിയ മാറ്റം ജനങ്ങളിലുണ്ട്. ജനങ്ങൾ BJPയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ച ഒരു സാഹചര്യമായാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 10-20 ദിവസമായി കണ്ണൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു പോകുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമുക്ക് അനുകൂലമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത്തവണയും പറയുന്നു, ഞങ്ങളിവിടെ മത്സരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ, വ്യത്യസ്തമായി ജയിക്കാനുള്ളൊരു സാഹചര്യം രാഷ്ട്രീയത്തിൽ ഇവിടെ കണ്ണൂരിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ 2 മുന്നണികളെയും പിന്തള്ളിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാനിവിടെ വിജയിച്ചു വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചത്.
ഞങ്ങളുടെ പ്രചരണ പരിപാടി ആയാലും ശരി, മറ്റ് ബൂത്ത് തല പ്രചരണങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഏറെ മുന്നിലാണ്. നമുക്കറിയാം, ഞങ്ങളുടെ പരിപാടികളിൽ കാണുന്ന ആൾക്കൂട്ടമൊക്കെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായി കാണുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപാടികളിൽ ആളുകൾ കൂടുന്നു, സ്ഥാനാർത്ഥിയെ അഭിവാദ്യം അർപ്പിക്കാൻ ആളുകൾ വരുന്നു. നേരെ മറിച്ച് വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം കണ്ണൂരിൽ ജയിച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ ആളുകൾ കുറയുന്നു. അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നത് കണ്ണൂരിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ വിജയിക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ എന്താണ് BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുക എന്നുള്ളത് മറ്റ് മുന്നണികളിൽ നിന്ന് വോട്ട് ചോരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ വരുമ്പോൾ ഏത് മുന്നണിയിൽ നിന്ന് കൂടുതൽ വോട്ട് കിട്ടും എന്നുള്ളൊരു പ്രവചനം നടത്താൻ കഴിയും? കണ്ണൂരിൽ 1,82,000 വോട്ടുകളുണ്ട്. സ്വാഭാവികമായി കണ്ണൂരിലെ ഒരു പോളിംഗ് 1,30,000 താഴെയാണ് ഇതുവരെ ഉണ്ടായ പോളിംഗിൻ്റെ ശതമാനം. ഈ രണ്ട് മുന്നണികളിൽ നിന്നും ഞാൻ വോട്ട് പ്രതീക്ഷിക്കുന്നു. ഈ രണ്ട് മുന്നണികളെക്കുറിച്ചും ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്. കാരണം മാറി മാറി ഭരിച്ചിട്ടും കണ്ണൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. 10 വർഷക്കാലം MPയും MLA ആയ ഒരാൾ വീട് വീടാന്തരമൊക്കെ പോകുന്നുണ്ട്, കല്യാണത്തിനും മരണ വീടുകളിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഒരു മണ്ഡലത്തിൽ ഒരു MLA ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് മേലെ ചൊവ്വയിൽ കാണുന്ന പുതുക്കം. 10 വർഷക്കാലം മുന്നേ അദ്ദേഹം ആദ്യം ഇവിടെ ജയിച്ചു പോയപ്പോഴേ പറഞ്ഞതാണ് മേലെ ചൊവ്വയിൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കുന്നത്. ആദ്യം അണ്ടർഗ്രൗണ്ട് പാതയായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു. അവസാന നിമിഷം അത് കുളമായി. വീണ്ടും ഫ്ലൈ ഓവർ എന്നുള്ള ഒരു പരിപാടിയായി മുന്നോട്ട് വന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ, കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സമയത്താണ് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി അവിടെ കുഴിയെടുക്കാൻ തുടങ്ങി. അതിൻ്റെ ബുദ്ധിമുട്ട് കണ്ണൂരിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രണ്ട് മുന്നണികളിൽ നിന്ന് എനിക്ക് വോട്ട് കിട്ടും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 28,900 വോട്ടുകൾ കുറഞ്ഞത് CPMൻ്റെ വോട്ടാണ്. ആ വോട്ടുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. CPMൻ്റെ സാധാരണ അണികൾ, സാധാരണ മനുഷ്യരൊക്കെ തന്നെ പാർട്ടി അറിയാതെ തന്നെ എനിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നേതാക്കന്മാരും അതിൻ്റെ വൻകിട ആളുകളൊന്നും ചെയ്യുന്നില്ലെങ്കിലും അവിടെ അനുഭാവികൾ ജയിക്കേണ്ടത് BJP ആണെന്ന് മനസ്സിൽ ഉറച്ചത് കൊണ്ടാണ് 28,900 വോട്ടുകൾ എനിക്ക് കിട്ടിയത്. കോൺഗ്രസിൽ നിന്ന് 19,000-ന് മേലെ വോട്ടുകൾ കഴിഞ്ഞ തവണ കിട്ടിയത്. ഇത്തവണ ഞങ്ങൾക്ക് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഏറെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കിത്തവണ ഒരു 10,000-20,000 വോട്ട് അധികം ഞങ്ങൾ നേടുകയാണെങ്കിൽ കണ്ണൂരിൽ ജയിച്ചു വരാനുള്ള സാഹചര്യം നമുക്കുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ ജയിക്കുക തന്നെ ചെയ്യും. ഈ രണ്ട് മുന്നണികളിൽ നിന്നും വോട്ട് കിട്ടും. ആര് ജയിക്കും, ഞാൻ പിടിക്കുന്ന വോട്ട് കൊണ്ട് ആര് ജയിക്കുമെന്ന് പറയുന്നതിനേക്കാൾ ഇവരിൽ നിന്ന് പിടിക്കുന്ന വോട്ട് കൊണ്ട് ഞാൻ ജയിക്കുമെന്ന് പറയാനാണ് എനിക്കിഷ്ടം, എൻ്റെ മുന്നണിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യും. ഈ ഇത്രയും വലിയ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ തവണ 11,000-12,000 വോട്ടാണ് കിട്ടിയത്. അത് 17,000-ആയി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചു. ഇനി അതിൽ നിന്നും എത്രമാത്രം ഉയരാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു കണക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഞങ്ങൾക്കൊരു 20,000 വോട്ടിൻ്റെ കുറവാണ് ജയിക്കാൻ. ഞാൻ 1,30,000 വോട്ട് മാത്രമേ ഇവിടെ പോൾ ചെയ്യുകയുള്ളൂ. അത് ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു 45,000 വോട്ട് കിട്ടുന്ന ഒരാൾ ഇവിടെ ജയിച്ചു വരാനുള്ള സാഹചര്യമുണ്ട്. ഒരു 22,000-23,000 വോട്ട് ഇന്നത്തെ കണക്കിൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ രണ്ട് മുന്നണികളിൽ നിന്ന് ഒരു 10,000 വോട്ടുകൾ, എൻ്റെ വ്യക്തിപരമായ സ്വാധീനം, എൻ്റെ ബന്ധങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് വോട്ടുകൾ, ജനങ്ങളുടെ ഒക്കെ വോട്ടുകൾ ലഭിച്ചാൽ ഒരു 45,000-ത്തിലധികം വോട്ട് ലഭിച്ചാൽ ഞാനിവിടെ ജയിക്കും. അതിനനുസരിച്ച ഒരു കളവ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ലൊരു സ്പേസ് ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. തെരഞ്ഞെടുപ്പ് രംഗത്തായാലും ശരി, പ്രചരണ രംഗത്തായാലും ഞങ്ങൾ ഏറെ മുന്നിലാണ്. ഞങ്ങൾ തികച്ചും ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ജയിക്കാൻ തന്നെ മത്സരിക്കുന്നു. വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക. കേരളത്തിൽ അട്ടിമറി വിജയങ്ങളിലൊന്ന് കണ്ണൂരായിരിക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഈ കെ സുധാകരൻ എഫക്റ്റ് അത് ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കാൻ പോകുന്നത്? കെ സുധാകരനെ പോലെയുള്ള ഒരു നേതാവിനെ ഇത്രമാത്രം അവമാനിച്ച് തരം താഴ്ത്തി മൂലക്കിരുത്തിയതിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അനുയായികൾക്ക് വലിയ പ്രതിഷേധവും സങ്കടവും. അതൊക്കെ എനിക്ക് വോട്ടായി മാറുമെന്ന് തോന്നുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിഷേധം ആരോടെങ്കിലും രേഖപ്പെടുത്തണ്ടേ. ആ വോട്ടുകളൊക്കെ എനിക്ക് കിട്ടും എന്നുള്ള സാഹചര്യം ഞാൻ കണക്കിലെടുക്കുന്നു. അതുപോലെ തന്നെ CPMൽ നിന്നും ഈ മന്ത്രിയെക്കുറിച്ചും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും വലിയ മതിപ്പൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ
മതി എന്നുള്ള ഒരു അലംഭാവം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഗുണമായി തരും. ഈ കെ സുധാകരനുമായി ഏറെ അടുപ്പമുള്ള നേതാവാണ് സി രഘുനാഥ്. അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹവുമായി ഏറെ ചേർന്ന് പ്രവർത്തിച്ച ആൾ കൂടിയാണ്. അദ്ദേഹത്തിന് ഈ സീറ്റ് കിട്ടാത്തത് പ്രതിഫലിക്കാൻ പോകുന്നു എന്ന് തന്നെയാണോ കരുതേണ്ടത്? തീർച്ചയായും. ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഒരു കത്തുണ്ടല്ലോ. ആ കത്തിൽ പറയുന്നത് കണ്ണൂരിൽ സുധാകരൻ നിന്നാൽ പരാജയപ്പെടും, സാധ്യത കുറവാണെന്ന് പറഞ്ഞിരിക്കുന്നത് സണ്ണി ജോസഫാണ്. എന്നിട്ട് പറയുന്നതോ ടി.ഒ. മോഹനൻ ഈ ഗ്രാസ് റൂട്ട് ലെവൽ ജനങ്ങൾക്ക് വലിയ അംഗീകാരമുണ്ട്. ഞങ്ങൾ ആലോചിച്ചൊക്കെ കെ സുധാകരനെയും ടി.ഒ. മോഹനെയും കമ്പയർ ചെയ്യാൻ അല്ലെ താരതമ്യപ്പെടുത്താൻ സണ്ണി ജോസഫിന് അതിനുള്ള എന്ത് അർഹതയാണ് എനിക്കറിയില്ല. കാരണം എല്ലാ കാലത്തും സുധാകരൻ്റെ ഓരം ചേർന്നുകൊണ്ട് അധികാരത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളും നേടിയ ഒരു മനുഷ്യൻ. അദ്ദേഹം സുധാകരനെ തള്ളിപ്പറഞ്ഞു. സുധാകരനെതിരെ കത്ത് കൊടുത്തു എന്ന് പറയുന്നത് കണ്ണൂരിലെ സുധാകരനെ സ്നേഹിക്കുന്ന കോൺഗ്രസിനകത്തുള്ള ഒരു വിഭാഗത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഇന്ന് അവരുടെ UDFിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും സുധാകരന് അനുകൂലമായി സണ്ണി ജോസഫിനെതിരായിട്ടുണ്ട്. അതുകൊണ്ട് സണ്ണി ജോസഫും അവിടെ പരാജയം മണക്കുകയാണ്. സണ്ണി ജോസഫ് അവിടെ പരാജയപ്പെടും. കണ്ണൂരിൽ ഈ രണ്ട് മുന്നണി സ്ഥാനാർത്ഥിയും പരാജയപ്പെട്ട് ഞാൻ വിജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കണ്ണൂരിൽ വികസനമാണല്ലോ ഏറ്റവും വലിയ ചർച്ചയായി വരുന്നത്. അതിൽ 100 പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. NDA വിജയിക്കുകയാണെങ്കിൽ 500 കോടി രൂപയുടെ പദ്ധതി ഉടനടി നടപ്പാക്കും എന്നുള്ളതാണ് വാഗ്ദാനം. തീർച്ചയായും കണ്ണൂരിൽ വികസനം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരുപാട് കാഴ്ചപ്പാടുണ്ട്. 5 വർഷക്കാലത്തെ വിഷൻ 2031 എന്നുള്ള പ്രകടന പത്രികയുമായാണ് ഞാൻ ജനങ്ങളുടെ മുന്നിൽ വരുന്നത്. അതിൽ ഇമ്മീഡിയറ്റായിട്ട് അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ 500 കോടിയുടെ പദ്ധതി. ഞാനിവിടെ ജയിച്ചു വന്നു, കേരളത്തിൽ NDA അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ പറയുന്നു ഇമ്മീഡിയറ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ 2 വർഷക്കാലത്തിനിടയിൽ 500 കോടിയുടെ പദ്ധതി കണ്ണൂരിൽ കൊണ്ടുവരാൻ സാധിക്കും. അടിസ്ഥാന സൗകര്യ വികസനം കണ്ണൂരിൽ അത്യാവശ്യമാണ്. നിങ്ങൾ കണ്ണൂർ പട്ടണത്തിലൂടെ നടന്നു പോകുന്ന സ്ത്രീജനങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ശൗചാലയത്തിൻ്റെ അപര്യാപ്തത പോലും ഉണ്ട്. അടിസ്ഥാനപരമായി ഒരു പട്ടണത്തിൽ ഉണ്ടാകേണ്ട ആ സൗകര്യം പോലും ഏർപ്പെടുത്താതെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും അതിൽ നിന്നുള്ള അടിസ്ഥാനമായി കിട്ടുന്ന ആദ്യമായി ഗഡുവായി കിട്ടുന്ന കമ്മീഷനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴാണ് കണ്ണൂർ ഇതുപോലെയുള്ള അവികസിതമായി കിടക്കുന്നത്. കണ്ണൂർ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ 4 കോളനികൾ സന്ദർശിച്ചു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. ഏറെ ദുഃഖകരമാണ് ആ കോളനികളിൽ കുടിവെള്ളമില്ലാത്ത 10 ദിവസമായി. എല്ലാ കോളനികളുടെ വീടുകളും കാലപ്പഴക്കം കൊണ്ട് പൊളിഞ്ഞു വീഴാറായിരിക്കുന്നു. നീല ഷെഡ് കെട്ടിയ 100 കണക്കിന് കോളനി വീടുകൾ ഞാൻ കാണാനിടയായി. ഈ കാലവർഷം കഴിയുമ്പോൾ അതൊക്കെ നിലംപൊത്തുന്ന അവസ്ഥയാണ്. അതൊക്കെ നമുക്ക് പുതുക്കി പണിതു കൊടുക്കണം. കോടിക്കണക്കിന് രൂപ പിന്നോക്ക വിഭാഗത്തിൻ്റെ പേരിൽ, ദളിതരുടെ പേരിൽ, മറ്റുള്ളവരുടെ പേരിൽ കാശ് വാങ്ങി ആ കാശൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും ഇതിൻ്റെ ഒത്താശക്കാരൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് നല്ലൊരു വീട് കൊടുക്കാൻ സാധിക്കണം. അവരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ചെറുപ്പക്കാർ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ഈ ചെറുപ്പക്കാരൊക്കെ തന്നെ വിദേശത്ത് പോയി തിരിച്ചു വരുന്നില്ല. അവരെ നമുക്കിവിടെ കൊണ്ടുവരാൻ, അവർക്ക് ജോലി ചെയ്യാൻ, അവർ പഠിച്ചു കഴിഞ്ഞ് ഇവിടെ തന്നെ താമസിപ്പിക്കാൻ, ഇവിടെ വീടുകളിൽ തന്നെ എത്തിക്കാൻ. പല വീടുകളും ഇന്ന് അനാഥമാണ്. പ്രായപൂർത്തിയായ അച്ഛനും അമ്മയും നോക്കാൻ ആളില്ല. കാരണം എല്ലാ മക്കളും വിദേശത്ത് സെറ്റ് ചെയ്യാണ്. അതുകൊണ്ട് അവരെ ഇവിടെ തന്നെ നിർത്താൻ നമുക്ക് നല്ല IT പാർക്കുകൾ ഉണ്ടാകണം, നല്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ഉണ്ടാകണം, നമുക്ക് വ്യവസായ സൗഹൃദ സ്ഥലമായി മാറ്റണം. ഇതൊക്കെ വരാൻ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം നരേന്ദ്രമോദിജി മുന്നോട്ട് വെക്കുമ്പോൾ കേരളത്തിൽ ഭരണം വേണം. കണ്ണൂരിലും ആ മാറ്റമുണ്ടായി. കണ്ണൂരിൽ നിന്നും ഒരു MLA ഉണ്ടായാൽ നമുക്കിതൊക്കെ ചെയ്യാം. അത്ഭുതം പ്രതീക്ഷിക്കാം നമുക്ക്. 100%. അത്ഭുതമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങൾ നടന്നെടുത്തുകൊണ്ടിരിക്കുക. കണ്ണൂർ ജനത BJPയെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായിരിക്കുന്നു. അതിൽ ജാതി മത ഭേദമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും. ഒരു സാമ്പിൾ വെടിക്കെട്ട് നമ്മൾ കോർപ്പറേഷൻ ഇലക്ഷനിൽ കണ്ടു. 4 സീറ്റ്. എൻ്റെ വലത്ത് ഭാഗക്കുന്ന ആൾ കഴിഞ്ഞ തവണ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അവിടെ 389 വോട്ടിനാണ് ഞങ്ങൾ വിജയിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് നിൽക്കുന്ന വാർഡാണ് നമ്മൾ ജയിച്ചത്. കോൺഗ്രസിൻ്റെ ഓഫീസ് നിൽക്കുന്ന വാർഡാണ് ഞങ്ങൾ ജയിച്ചത്. അതുകൊണ്ട് സാമ്പിൾ വെടിക്കെട്ട് നിങ്ങളോടൊക്കെ അന്ന് പറഞ്ഞതുപോലെ 7 സീറ്റിനടുത്ത് ഞങ്ങൾ എത്തി. ഏകദേശം 10 സീറ്റോളം ഞങ്ങൾക്ക് നല്ല വോട്ടുണ്ട്. ഈ സാമ്പിൾ വെടിക്കെട്ട് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കണ്ണൂരിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം ഇത്തവണയും നമ്മൾ ഉണ്ടാക്കും. വിജയിച്ച് തന്നെ ഞങ്ങൾ വരും. എന്തായാലും മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ സമീപനങ്ങളാണ് NDA ക്യാമ്പിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വോട്ട് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള
മത്സരമായിരുന്നു മുമ്പെങ്കിൽ ഇപ്പോൾ വിജയിക്കും എന്ന ആത്മവിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. സി രഘുനാഥ് എന്ന സ്ഥാനാർത്ഥി, കണ്ണൂരിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല, ഏവർക്കും സുപരിചിതനാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി നിന്നയാളാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ചാണ് സി രഘുനാഥ് വാർത്തകളിൽ ഇടം നേടിയതെങ്കിൽ ഇത്തവണ കണ്ണൂരിൽ അതിശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിലൂടെയാണ് വാർത്തകളിൽ നിറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമ്പിൾ വെടിക്കെട്ട് നമ്മൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതിൻ്റെ ഒരു പ്രതിനിധിയാണ് അക്ഷര വണ്ടിച്ചാൽ. എന്താണ് കണ്ണൂരിൽ സംഭവിക്കാൻ പോകുന്നത്? വലിയ രീതിയിലുള്ള ഒരു അടിയൊഴുക്ക്, മാറ്റം, ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണോ കണ്ണൂരിൽ? തീർച്ചയായും കണ്ണൂരിൽ നമ്മുടെ സ്ഥാനാർത്ഥി സി രഘുനാഥ് ജയിച്ചു വരിക തന്നെ ചെയ്യും, ഉറപ്പാണത്. വീടുകളിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു അലയൊലി കേൾക്കുന്നുണ്ടോ വോട്ടർമാർക്കിടയിൽ? തീർച്ചയായും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് വീടുകളിൽ നിന്ന് കിട്ടുന്നത്. രണ്ട് മുന്നണികളെയും ജനങ്ങൾ ഏതാണ്ട് മടുത്ത മട്ടിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യുക തന്നെ ചെയ്യും. എന്താണ് മുതിർന്ന നേതാക്കളൊക്കെ ഇങ്ങനെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നാട്ടിലാകെ പ്രവർത്തിച്ച് ആളുകളൊക്കെയാണ്. ഇപ്പോഴത്തെ ഈ മാറിയ ഒരു നമ്മുടെ രാഷ്ട്രീയം ഏത് രീതിയിലാണ് ആളുകൾ കാണുന്നത്? നരേന്ദ്രമോദി എന്ന ആ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആദർശങ്ങൾ അതൊക്കെ ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. 1980 ഏപ്രിൽ 6-ാം തീയതിയാണ് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ രൂപീകൃതമായത്. ബോംബെയിൽ ബാന്ദ്ര മൈതാനത്ത് വെച്ചിട്ട് നടന്ന ആ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അന്നൊന്നും നിങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇന്ത്യ ഭരിക്കുന്ന അടക്കി ആളുന്ന ഒരു പ്രസ്ഥാനമായി ഈ BJP മാറുമെന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? അന്ന് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പാർട്ടിയുടെ അധ്യക്ഷൻ. അദ്ദേഹം ആ സമ്മേളനത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അന്ധകാരം അകലും, സൂര്യൻ ഉദിക്കും, താമര വിടരും. ആ ലക്ഷ്യം സാധ്യതമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായി, 2 തവണ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി, ഇനിയും ആ ഭരണം തുടരും. കേരളത്തിലും ആ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളത്. കേരളത്തിലെ പ്രവർത്തനം ആദ്യകാല നേതാക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വലിയ പ്രയാസം, പ്രവർത്തിക്കാൻ പോലും ഒളിച്ചൊക്കെ പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല എല്ലാ സാഹചര്യങ്ങളും അന്ന് BJPക്ക് എതിരായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. സാമ്പത്തികമില്ല, പ്രവർത്തകരില്ല, അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തെ അതിജീവിച്ച് വളർന്നു വന്ന ഒരു പുതിയ തലമുറയാണ് ഇന്ന് ഈ BJPയുടെ നേതൃസ്ഥാനത്ത് BJPയെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂജൻ എന്ന് പറയുന്ന ഒരു തലമുറയുണ്ടല്ലോ. അവർ പ്രത്യക്ഷത്തിൽ അവർ വലിയ അഭിപ്രായങ്ങളൊന്നും പറയുന്ന ആൾക്കാരല്ല. പക്ഷേ പോളിംഗ് ബൂത്തിൽ ചെല്ലുന്ന സമയത്ത് അവർ താമരക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ഒരു സംശയവും BJPക്കില്ല. മാറാത്തത് മാറും, കേരളവും മാറും, കണ്ണൂരും മാറും. സി രഘുനാഥ് വിജയിച്ച് അടുത്ത മാസം 4-ാം തീയതി നിങ്ങളുടെയൊക്കെ മുന്നിൽ MLA ആയിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. എന്തായാലും BJPയുടെ രൂപീകൃത കാലം മുതൽ ഉള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ്. എന്താണ് ഈ ഒരു നേരത്തെയൊക്കെ മുമ്പൊക്കെ നമ്മൾ BJP നേതാക്കളോടും സ്ഥാനാർത്ഥികളോടൊക്കെ സംസാരിക്കുമ്പോൾ എത്ര വോട്ട് കൂടും എന്നൊക്കെയാണ് ചോദിച്ചത്. ഇപ്പോൾ രഘുവേട്ടൻ പറയുന്നത് വോട്ട് കൂടുന്ന കാര്യം നമ്മളോട് ചോദിക്കേണ്ട, വിജയം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ ചിന്തിക്കുന്നുണ്ടോ? സംശയമില്ല. തിരുവനന്തപുരവും തൃശ്ശൂരും പാലക്കാടും മാത്രമല്ല കണ്ണൂരും മാറാൻ പോവുക. ആ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്കിന്ന് എല്ലാ
സ്ഥലത്തും കാണാൻ സാധിക്കുന്നത്. വോട്ടർമാരെ സമീപിക്കുമ്പോഴും അവരും ഈ രണ്ട് മുന്നണികളെയും മടുത്ത് ഇനി ഇവിടെ മാറണമെന്ന് അവരിങ്ങോട്ട് നമ്മളോട് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കണ്ണൂർ എത്തിയിരിക്കുകയാണ്. അത് തന്നെയാണോ അത് തന്നെയാണ് പറയാനുള്ളത്. കണ്ണൂരും മാറും, കേരളം മാറും, കണ്ണൂർ മാറും, എല്ലാവരും മാറ്റം വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. കഴിഞ്ഞ കാലങ്ങളെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇത്തവണ ജയിക്കാൻ തന്നെയാണ്. എല്ലാ ജനങ്ങളും നമുക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജയിച്ചു വരും എന്നുള്ളതാണ് നമ്മളുടെ മനസ്സിൽ. നിങ്ങളത് ഒന്നുമില്ലാത്ത കാലത്ത് പ്രവർത്തനം തുടങ്ങിയ ആളുകളാണ്. ഇപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായി ഒക്കെ വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ കേരളത്തിലാണ് ഇനിയൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ മാറ്റത്തിലേക്ക് കേരളവും നടന്നു നീങ്ങുന്നു എന്ന് പ്രതീക്ഷിക്കാവുന്ന തരത്തിലേക്ക് എത്തിയോ? എത്തി. ഞങ്ങൾ കണ്ണൂരിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതാണ് 4 സീറ്റിൽ നമ്മൾ കണ്ണൂർ മുനിസിപ്പാലിറ്റി ജയിച്ചു, കോർപ്പറേഷനിൽ ജയിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണത്. ഞങ്ങൾ നിശ്ചയിച്ചത് 7 സീറ്റിൽ ജയിക്കണം എന്നുള്ളതാണ്. പക്ഷേ നിസ്സാരമായ വോട്ടുകൾക്കാണ് നമുക്ക് 3 സീറ്റ് നഷ്ടപ്പെട്ടത്. ഏതാണ്ട് 10 സീറ്റോളം നമുക്ക് 800-ന് മേലെ വോട്ടുകൾക്കുള്ള 10 സീറ്റുകൾ നമുക്കിവിടെ കണ്ണൂർ നഗരത്തിൽ വന്നിട്ടുണ്ട്. നമ്മളെ ഇന്നലെ വരെ അവഗണിച്ച ശക്തികൾ നമ്മളെ ഇനി അവഗണിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തോന്നലേക്ക് എത്തിക്കാൻ നമുക്ക് ഈ സമയം കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ രഘുനാഥൻ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജയിക്കും. ഞാൻ LJPൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിലും നമ്മുടെ രഘുവേട്ടൻ്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട മിക്ക ദിവസങ്ങളും രഘുവേട്ടൻ്റെ കൂടെയുണ്ട്. അപ്പോൾ രഘുവേട്ടൻ്റെ കൂടെ ഞാൻ ഓരോ പ്രദേശങ്ങളിൽ പോകുമ്പോൾ വളരെ ജനങ്ങൾ ജനങ്ങൾ രഘുവേട്ടനെ വാരിപ്പുണരുകയും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങളിൽ രഘുവേട്ടൻ പ്രതികരിക്കുകയും അപ്പോൾ ഈ ഒരു മാറ്റം, കണ്ണൂരിലെ ഒരു മാറ്റം എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ തീർച്ചയായിട്ടും രഘുവേട്ടൻ ജയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്ര കണ്ട് ജനങ്ങളെ ഒരു സ്വാധീനം കണ്ണൂർ ജില്ലയിൽ, കണ്ണൂർ മണ്ഡലത്തിൽ രഘുവേട്ടൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഒരു ശുഭപ്രതീക്ഷ എന്തായാലും രഘുവേട്ടൻ ജയിക്കുന്നില്ല, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസവും. അതുമാതിരി തന്നെ രഘുവേട്ടന് വേണ്ടിയിട്ട് എല്ലാ ആളുകളും രഘുവേട്ടൻ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ രഘുവേട്ടൻ കണ്ണൂർ ജില്ലയിൽ, കണ്ണൂർ മണ്ഡലത്തിൽ എന്തായാലും ജയിക്കുന്നില്ല ഒരു വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം. LJPൻ്റെ എല്ലാ പിന്തുണയും ഞാനും എൻ്റെ കൂടെയുള്ള എല്ലാവരും രഘുവേട്ടന് വേണ്ടിയിട്ടും അതുമാതിരി തന്നെ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ സ്ഥാനാർത്ഥി, എൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വർക്ക് ചെയ്യും, കൂടുതൽ സമയം രഘുവേട്ടന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നേരത്തെയൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങാണ് NDA ക്യാമ്പിൽ. ആ ആത്മവിശ്വാസം തന്നെയാണ് C. രഘുനാഥ് എന്ന സ്ഥാനാർത്ഥിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ചർച്ചകളെല്ലാം തന്നെ നീങ്ങുന്നത്. പ്രചരണ രംഗത്ത് മറ്റു മുന്നണികളെയൊക്കെ തന്നെ പിന്നിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനും C. രഘുനാഥിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വോട്ട് കൂടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെയാണ് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഒരു വിജയത്തിലേക്ക് ഏതാണ്ട് 20,000-ലധികം വോട്ട് ഇപ്പോൾ തന്നെ BJP പക്ഷത്തുണ്ട്. ഇനിയൊരു 20,000-ലധികം വോട്ടുകൾ കൂടി കിട്ടിയാൽ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, 2 മുന്നണികളിൽ നിന്നും 10,000 വോട്ട് വീതം മാത്രം പിടിച്ചാൽ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ കണ്ണൂരിൽ വന്നിരിക്കുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി C. രഘുനാഥ് പടയൊരുക്കവുമായി പങ്കുവെക്കുന്നത്. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടുകൂടി പ്രചരണ പ്രവർത്തന രംഗത്തേക്ക് കടക്കുകയാണ്. മുതിർന്ന നേതാക്കളുണ്ട്, ഈ ഇപ്പോഴത്തെ ന്യൂജൻ പ്രവർത്തകരുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നു NDA. വലിയ ആത്മവിശ്വാസത്തിൽ മുന്നോട്ടേക്ക്. ഇനി എന്ത് എന്ന്, കണ്ണൂരിൻ്റെ ജനവിധി എന്ത് എന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ശക്തിയായി മാറാൻ പോകുന്നു NDA എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. LDFനെ സംബന്ധിച്ച് കണ്ണൂർ ഒരു ഭാഗ്യമണ്ഡലമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കണ്ണൂർ വിജയിച്ച LDF സംസ്ഥാനം ഭരിച്ചു. കടന്നപ്പള്ളി രാമചന്ദ്രൻ 2 മന്ത്രിസഭകളിലും അംഗമായി. ഈ തെരഞ്ഞെടുപ്പിലും ജയത്തിൽ കുറഞ്ഞതൊന്നും LDF ആഗ്രഹിക്കുന്നില്ല, കണക്കുകൂട്ടുന്നില്ല. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ളത്. കണ്ണൂർ ഇത്തവണ തിരിച്ചു പിടിച്ചിരിക്കും എന്നാണ് UDF നേതാക്കളും പറയുന്നത്. അങ്ങനെ കൊണ്ടും കൊടുത്തും കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുന്നേറുകയാണ്. കണ്ണൂരിൻ്റെ മനസ്സ് അളക്കുക അത്ര എളുപ്പമല്ല. എന്തൊക്കെ അടിയൊഴുക്കുകളാണ് കണ്ണൂരിൽ സംഭവിക്കുന്നത് എന്ന് ആർക്കും കണ്ടുപിടിക്കാനും കഴിയുന്നില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും സംഭവിച്ചത് അതാണ്. ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. BJP പിടിക്കുന്ന വോട്ട് അത് നിർണായകമാകും 2 മുന്നണികൾക്കും. ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല.
വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ NDAയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അങ്ങനെ 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിൽ, വലിയ പ്രതീക്ഷയിൽ കണ്ണൂരിന്റെ അങ്കത്തട്ടിലുണ്ട്. കണ്ണൂർ എങ്ങനെ വിധിയെഴുതും? ഇത് സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. അന്തിമ വിധിക്കായി നമുക്ക് കാത്തിരിക്കുകയല്ലാതെ മറ്റ് പോംവഴികളില്ല. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട 11 മണ്ഡലങ്ങളിലും കണ്ണൂർ വിഷൻ സഞ്ചരിച്ചു. എല്ലായിടത്തു നിന്നുള്ള അഭിപ്രായങ്ങളും തേടി. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും പല മണ്ഡലങ്ങളിലും പറയാൻ കഴിയില്ല. അതുതന്നെയാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലും സംഭവിക്കുന്നത്. കണ്ണൂർ വിഷൻ പടയൊരുക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വോട്ടെടുപ്പാണ്, അതിനുശേഷം വോട്ടെണ്ണലാണ്. കേരളം ആര് ഭരിക്കും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. കണ്ണൂരിൽ ആര് ജയിക്കുമെന്നും നമുക്ക് മെയ് 4-ന് അറിയാം.